Good morning. Good morning, ma'am. Good morning, ma'am. Good morning, miss. Good morning, Good ma'am. morning. Good morning, ma'am. Good morning, miss. Morning, ma'am. Morning. Good ma'am. Okay, എങ്ങനെയുണ്ട് മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴയുണ്ടോ? നല്ല മഴയാ. നല്ല മഴയാണ്. നല്ല മഴയാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ പോയപ്പോ നല്ല മഴയായിരിക്കുമല്ലോ. കാലത്ത് തുടങ്ങിയതാണല്ലേ, നിൽക്കുന്നില്ലല്ലോ. Yes, ma'am. നല്ല മഴയാണല്ലേ, നല്ല മഴയാണ്. പ്രത്യേകിച്ച് എല്ലാവരും കഴിച്ചു. മിസ് കഴിച്ചു. ഓക്കെ, അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് HIS ആയിരുന്നു അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോ 2 ക്ലാസ് നമ്മുടെ കഴിഞ്ഞല്ലേ. ഓക്കെ, അപ്പോ ഇനി നമ്മള് നോക്കിക്കൊണ്ടിരുന്നത് എന്തായിരുന്നു? മെയിൻ റിപ്പോർട്ടുകൾ അല്ലെ, HIS ജനറേറ്റ് ചെയ്യുന്ന, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകളായിരുന്നു നമ്മള് പഠിച്ചുകൊണ്ടിരുന്നത്. അതിലൊക്കെ ഏതാനും ചിലതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ പേഷ്യന്റ് ലിസ്റ്റ് അഡ്മിറ്റഡ് ഓർ ഡിസ്ചാർജഡ്, അതുപോലെ ബെഡ് ഒക്യുപ്പൻസി റിപ്പോർട്ട്സ്, വാർഡ് അലൊക്കേഷൻ റിപ്പോർട്ട്, ഇന്ററിം ബില്ല്, അതുപോലെ തന്നെ എന്താ പറയുന്നത്, അഡ്വാൻസ് റിപ്പോർട്ട്, അതുപോലെ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് രജിസ്റ്റർ വരെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് അല്ലെ, എടുത്തു നിർത്തിയത് ഇല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. എന്തായിരുന്നു ഇന്ററിം ബില്ല്? ഇന്ററിം ബിൽ ഈസ് ഓൾസോ നോൺ ആസ് എന്ത് പറയും? Temporary bill. Temporary. ടെമ്പററി. ടെമ്പററി ബില്ലാണ് അല്ലെ, എല്ലാവരും ഓർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ആണ് കൺസൾട്ടന്റ് വൈസ് പേഷ്യന്റ്. 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ കൺസൾട്ടന്റ് വൈസ് പേഷ്യൻസ് എന്ന് പറഞ്ഞാല് എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് നോക്കാം. This report gives doctor wise patient at any point of the time to know referring in charge ഡോക്ടേഴ്സ്. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മള് എന്താണ്, രോഗികളെ കാണുന്ന അല്ലെ, ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടേഴ്സിനെ കാണാനായിട്ട് രോഗികൾ വരും അല്ലെ. ഓക്കെ, ആ ടൈമില് ഉള്ള റിപ്പോർട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൺസൾട്ടന്റ് വൈസ് പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് ഓരോ ഡോക്ടേഴ്സിന്റെയും പരിചരണത്തില് ഏതൊക്കെ രോഗികളാണ്, ഓക്കെ, ഏതൊക്കെ രോഗികളാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ രോഗികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടിനെയാണ് നമ്മൾ പറയുന്നത് കൺസൾട്ടന്റ് വൈസ് പേഷ്യന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു നിശ്ചിത സമയത്ത് ഓരോ ഡോക്ടറെ കാണാനായിട്ടും അല്ലെങ്കിൽ ഓരോ ഡോക്ടറുടെ പരിചരണത്തില് ഏതൊക്കെ രോഗികളാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ രോഗികള് പരിചരണത്തില് എന്താണ് അല്ലെങ്കിൽ കെയർ നേടിയിട്ടുണ്ട്. മനസ്സിലായോ? ഒരു നിശ്ചിത സമയത്ത് ഓരോ ഡോക്ടറുടെയും പരിചരണത്തിൽ ഏതൊക്കെ രോഗികളാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടില് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ അതാണ് പറയുന്നത് കൺസൾട്ടന്റ് വൈസ് പേഷ്യൻസ്. ഓക്കെ, ഒരു നിശ്ചിത സമയത്ത് ഓരോ ഡോക്ടറുടെയും പരിചരണത്തില്
ഏതൊക്കെ രോഗികളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ രോഗികൾ വന്നിട്ടുണ്ട്, ഓരോ ഡോക്ടറെയും കാണാനായിട്ട് ഏതൊക്കെ രോഗികളാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഒരു ഡോക്ടർക്ക് ചിലപ്പോ 10 പേഷ്യൻസ് ഉണ്ടാവും, വേറൊരു ഡോക്ടർക്ക് എന്തുണ്ടാവും, പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അല്ലെ, അവിടെയുള്ള ഡിഫറെന്റ് ഡോക്ടേഴ്സ് ആയിരിക്കാം. അങ്ങനെ ആ ഡിഫറെന്റ് ഡോക്ടേഴ്സിൽ ഒരു ഡോക്ടർക്ക് ചിലപ്പോ 15 പേഷ്യൻസ് അല്ലെ, ചിലപ്പോ 50 പേഷ്യൻസ്, അങ്ങനെ അങ്ങനെ പല വിധത്തിലായിരിക്കും അല്ലെ. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കാണിക്കുന്നതാണ് കൺസൾട്ടന്റ് വൈസ് പേഷ്യൻസ് എന്ന് പറയാം. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് അപ്പോയിന്റ്മെന്റ് ലിസ്റ്റ്. ഓക്കെ, എന്താണ് അപ്പോയിന്റ്മെന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാല്, ദ അപ്പോയിന്റ്മെന്റ് ഫോർ കൺസൾട്ടന്റ് ആർ മെയിൻറ്റെയിൻഡ് ഓൺ ദ സിസ്റ്റം. ഓക്കെ, സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സുമായുള്ള ഷെഡ്യൂള് ചെയ്ത അപ്പോയിന്റ്മെന്റുകളുടെ ട്രാക്ക് സിസ്റ്റം സൂക്ഷിക്കുന്നുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, ആ ഡോക്ടേഴ്സുമായിട്ടുള്ള ഷെഡ്യൂള് ചെയ്ത അപ്പോയിന്റ്മെന്റുകളുടെ ട്രാക്ക് സിസ്റ്റം കീപ്പ് ചെയ്യുന്നു. ഓക്കെ, അതാണ് അപ്പോയിന്റ്മെന്റ് ലിസ്റ്റിൽ വരുന്നത്. ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സുമായിട്ടുള്ള ഷെഡ്യൂള് ചെയ്ത അപ്പോയിന്റ്മെന്റുകളുടെ ട്രാക്ക് സിസ്റ്റം സൂക്ഷിക്കുന്നുണ്ട്. ഇനി ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ട് നോക്കിയേ. പെർഫോംഡ് ഓപ്പറേഷൻ ലിസ്റ്റ്. എന്താണ് പെർഫോംഡ് ഓപ്പറേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാല്, ഷെഡ്യൂള് ചെയ്ത ശാസ്ത്രക്രിയകളുടെ ലിസ്റ്റ് ആണ് പെർഫോംഡ് ഓപ്പറേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഷെഡ്യൂള് ചെയ്ത ശാസ്ത്രക്രിയകളുടെ ലിസ്റ്റില് അല്ലെ, ഓരോ ദിവസവും എന്തുണ്ടാവും, ചിലപ്പോ ബുധനാഴ്ച ഇത്രയും പേര് അല്ലെ, ഓരോ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പേര് എന്നുള്ളതുണ്ടാവും, ഓരോ ലിസ്റ്റ് വൈസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ഡേയിലും ഉണ്ടാവും കേട്ടോ, ഓരോ വീക്കിലും, അങ്ങനെ അങ്ങനെ നമ്മള് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പെർഫോംഡ് ഓപ്പറേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത ശാസ്ത്രക്രിയകളുടെ സർജറികളുടെ ലിസ്റ്റ്. ഇനി എന്താണ് പേഷ്യന്റ് ഫ്ലോ അപ്പ് റിപ്പോർട്ട് എന്താ പറയുന്നത്? പേഷ്യന്റ് ഫ്ലോ അപ്പ് റിപ്പോർട്ടിൽ പറയുന്നത് ചികിത്സയ്ക്ക് ശേഷം രോഗിയുടെ പുരോഗതി ട്രാക്ക് ചെയ്യുന്ന റിപ്പോർട്ട്. ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് രോഗികളിൽ എന്തുണ്ടാവും, ചേഞ്ചസ് ഉണ്ടാവും അല്ലെ. ചേഞ്ചസ് നമ്മൾ നോക്കാറുണ്ട്, ഒബ്സർവ് ചെയ്യാറുണ്ട് അല്ലെ. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നുകൾ മാറ്റി കൊടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഈ ചികിത്സ അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട് അല്ലെ. അപ്പോൾ ഇവിടെ പറയുന്നത് ചികിത്സയ്ക്ക് ശേഷമുള്ള രോഗിയുടെ പുരോഗതി ട്രാക്ക് ചെയ്യുന്നത്. ഓക്കെ, പുരോഗതി ട്രാക്ക് ചെയ്യുന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ് അറിയാലോ, എന്താണ്, ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ്? എന്തായിരിക്കാം, ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടായിരിക്കാം റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ്? ലാബ് ഉണ്ടാവും, പിന്നെ ലാബ് മാത്രമുള്ളോ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ, സ്കാനിങ്, എക്സ്റേ, CT സ്കാൻ ഇല്ലേ, ഇത് അതുപോലെ തന്നെ എന്താണ് ലാബ്, ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സിൽ വരുന്നത്. ഇനി എന്താണ്, ദിസ് മൊഡ്യൂൾ enables to get patients investigation procedure record from different locations, that is IPD, OPD, casualty. ഇവിടെ പറയുന്നത് എന്താണ്, പേഷ്യന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെ. ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുമ്പോൾ അപ്പോ തന്നെ ഓർമ്മയിൽ വരണം എന്ത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകളാണ് അല്ലെ. യൂറിൻ ടെസ്റ്റ് ഉണ്ടാവും, ബ്ലഡ് ടെസ്റ്റിന്റെ കാര്യത്തില്, അതുപോലെ എന്താണ് അങ്ങനെ പലതരത്തില്, അതുപോലെ തന്നെ എന്താണ് ഈ ടെസ്റ്റുകൾ അല്ലെ, എക്സ്റേകള്, CT സ്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പേഷ്യന്റ് ഇൻവെസ്റ്റിഗേഷൻസിൽ വരുന്നത്. ഇനി അതിന്റെ പ്രൊസീജിയർ റെക്കോർഡ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ റെക്കോർഡുകൾ ഉണ്ടാവും, അതിന്റെ റെക്കോർഡുകൾ ഉണ്ടാവും. ഇൻവെസ്റ്റിഗേഷൻ, പേഷ്യന്റ് ഇൻവെസ്റ്റിഗേഷനും പ്രൊസീജിയർ റെക്കോർഡ്സും കാഷ്വാലിറ്റി, IPD, OPD അല്ലെ. IPD, OPD ഒക്കെ അറിയാലോ, അതിന്റെ ഫുൾ ഫോമുകള് ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള IPDയും OPDയും കാഷ്വാലിറ്റിയിൽ നിന്ന്, ഈ മൂന്നിൽ നിന്നും ലഭിക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് അപ്പോയിന്റ്മെന്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പോയിന്റ്മെന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓരോ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സുമായിട്ടുള്ള ഷെഡ്യൂൾ ചെയ്ത അപ്പോയിന്റ്മെന്റുകളാണ് സിസ്റ്റം ട്രാക്ക് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, സിസ്റ്റത്തില് ഇന്ന കാര്യങ്ങൾ ഉണ്ടാവും, ഇന്ന ഡോക്ടേഴ്സ്, ഇന്ന രോഗികള്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സിസ്റ്റത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് പോയിന്റ് വൈസ് ആയിട്ട്. എന്താണ് പെർഫോംഡ് ഓപ്പറേഷൻ ലിസ്റ്റ്? എന്താണ് പെർഫോംഡ് ഓപ്പറേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാല് ഷെഡ്യൂൾ ചെയ്ത സർജറികളുടെ, ശസ്ത്രക്രിയകളുടെ ലിസ്റ്റ്. അതുപോലെ പേഷ്യന്റ് ഫോളോ അപ്പ് റിപ്പോർട്ട് അല്ലെ. എന്താണ്? പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടോ, രോഗിയുടെ പുരോഗതി ട്രാക്ക് ചെയ്യുന്ന റിപ്പോർട്ട്. ഇനി എന്താ പറയുന്നത്? ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ്, ലാബ്, അതുപോലെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇനി എന്താ പറയുന്നത്? ദിസ് മൊഡ്യൂൾ enables to get patient's investigation procedure record from different locations, that is IPD, OPD, casualty. So patient's investigations, procedure records ഈ IPD, OPD യിൽ നിന്നും അതുപോലെ കാഷ്വാലിറ്റിയിൽ നിന്നൊക്കെ ലഭിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇൻവെസ്റ്റിഗേഷന്റെ റിപ്പോർട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള കാഷ്വാലിറ്റിയിൽ നിന്നും IPD വിഭാഗത്തിൽ നിന്നും OPD യിൽ നിന്നൊക്കെ ലഭിക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കൺസൾട്ടന്റ് വൈസ് പേഷ്യന്റും അപ്പോയിന്റ്മെന്റ് ലിസ്റ്റ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്. ഓക്കെ അല്ലേ? രണ്ട് കാര്യങ്ങളും ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓട്ടോമാറ്റഡ് ക്ലിനിക്കൽ ലബോറട്ടറി സിസ്റ്റംസ് ആൻഡ് റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം. This function of HIS covers laboratory system for pathology, radiology, cardiology, neurology and chest medicine. എന്താണ് പാത്തോളജി എന്ന് പറഞ്ഞാല്? പഠിച്ചിട്ടുണ്ടല്ലോ. പാത്തോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ്, അറിയാവുന്നതാണ്.
ഓക്കെ, അപ്പോ പാത്തോളജി, അതുപോലെ റേഡിയോളജി, കാർഡിയോളജി, ന്യൂറോളജി ആൻഡ് ചെസ്റ്റ് പെയിൻ അല്ലെ, ഇവയുമായിട്ട് ബന്ധപ്പെട്ട ലാബ് സൗകര്യങ്ങൾ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിലൂടെയാണ് HIS-ലൂടെ അല്ലെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങൾ, ലബോറട്ടറി സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. The prescription given by the doctors are routed through the billing system to respective diagnostic centers. എന്താ പറയുന്നത്, ഡോക്ടേഴ്സ് നൽകുന്ന പ്രിസ്ക്രിപ്ഷൻസ് അല്ലെ, ആ കുറിപ്പടികള് അതിന്റെ ആ ബില്ലിംഗ് സിസ്റ്റംസ്, ഓക്കെ, പ്രിസ്ക്രിപ്ഷൻ ബില്ലുകളുടെ ആ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, ബില്ലുകള് സിസ്റ്റം വഴി അതാത് ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സിലേക്ക്, രോഗനിർണയം നടത്തുന്ന ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പൊ ലബോറട്ടറിയിലേക്കോ അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്കോ സിസ്റ്റം വഴി അങ്ങനെയുള്ള ബില്ലുകൾ എത്തിക്കുന്നു. മനസ്സിലായോ? ഓക്കെ, ഡോക്ടർമാര് നൽകുന്ന പ്രിസ്ക്രിപ്ഷന്റെ ബില്ലുകള് സിസ്റ്റം വഴി ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് എത്തിക്കാനായിട്ട് HIS-ലൂടെ സഹായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, എന്റെ കണ്ണിന് കംപ്ലൈന്റ് വന്നപ്പോ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ നമ്മൾക്ക് എങ്ങനെയാണ് തരുന്നത്, ഡോക്ടർ മരുന്ന് എഴുതിയിട്ട് ആ കുറിപ്പടിയാണ് അല്ലെ ഫാർമസിയിൽ കാണിക്കാൻ തരുന്നത്. പക്ഷെ അവിടെ പോയപ്പോ എങ്ങനെയായിരുന്നു, ഡോക്ടർ കമ്പ്യൂട്ടറിൽ തന്നെ എന്ത് ചെയ്തു, എൻട്രി ചെയ്ത് മരുന്നുകള് ഫാർമസിയിലോട്ട് നേരിട്ട് അയക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടേക്ക് കൂടുതലും എന്താണ്, HIS-ലൂടെയാണ് ഓരോ കാര്യങ്ങളും. അപ്പോഴേക്കും അവിടെ എന്താണ്, നല്ല രീതിയിലുള്ള പുരോഗതി, ഓരോ ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൂടുതൽ നല്ല രീതിയിൽ പുരോഗതി, എപ്പോഴെപ്പോഴും ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പുരോഗതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലകളാണെന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പോ അതാണ് പറയുന്നത്, അവിടേക്ക് ഞാനിപ്പോ പ്രിസ്ക്രിപ്ഷൻ ഇപ്പൊ തരും ഡോക്ടർ, ഇപ്പൊ നമുക്ക് ആ കുറിപ്പടി തന്ന് ഞാൻ എന്താണ് മരുന്ന് വാങ്ങിക്കാൻ പോവാന്നുള്ള നിലയിൽ നിൽക്കുമ്പോ ഡോക്ടർ പറയുകയാണ് അവിടെ പൊക്കോളൂ കേട്ടോ, അവിടേക്ക് അയച്ചിട്ടുണ്ട്, അവിടെ നിന്ന് മരുന്ന് കളക്ട് ചെയ്താൽ മതി. അപ്പോ അങ്ങനെയൊക്കെ ഒരു ടെക്നോളജി വളർന്നു വന്നിട്ടുണ്ട് ഹെൽത്ത് കെയർ മേഖലയിൽ. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്, the prescription given by the doctors are routed through the billing system to respective diagnostic centers. എന്താ പറഞ്ഞത്, ഡോക്ടർമാര് നൽകുന്ന പ്രിസ്ക്രിപ്ഷൻ ബില്ലുകള് സിസ്റ്റം വഴി വിവിധ ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സിലുണ്ട് അല്ലെ, ലാബിലേക്കോ അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്കോ ഒക്കെ സിസ്റ്റം വഴി എത്തിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പാത്തോളജി, സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ് നമുക്കറിയാം പാത്തോളജി. The laboratory module start with the receiving the online request from doctors. എന്താ പറയുന്നത്, the laboratory module start with the receiving the online request from doctors അല്ലെ. റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഭ്യർത്ഥന അല്ലെ. ഓക്കെ, അപ്പോ ഓൺലൈൻ രീതിയിൽ നിന്ന് ഡോക്ടർമാരിൽ നിന്ന് പരിശോധന റിക്വസ്റ്റുകൾ സ്വീകരിക്കുന്നതിലൂടെയാണ് ഈ ലബോറട്ടറി മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞത് ഓൺലൈൻ രീതിയിൽ ഡോക്ടർമാരിൽ നിന്ന് സിസ്റ്റത്തിലൂടെയാണ് അല്ലെ, ഡോക്ടർമാരിൽ നിന്ന് പരിശോധനാ റിക്വസ്റ്റുകൾ സ്വീകരിക്കുന്നതിലൂടെയാണ് ലബോറട്ടറി മൊഡ്യൂള് ആരംഭിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓൺലൈൻ ചെയ്യുന്നത്, ഓൺലൈൻ വഴി ആക്കിയിരിക്കുന്നത്, അങ്ങനെയുള്ള ടെക്നോളജി വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കൂടുതൽ നല്ല രീതിയിലുള്ളൊരു ലബോറട്ടറി പ്രവർത്തനങ്ങള് നല്ല രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അല്ലെ. ഇങ്ങനെ ഓരോ ഓൺലൈനിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങളും ലബോറട്ടറിയിലെ എല്ലാ കാര്യങ്ങളും ഓൺലൈനിലൂടെ സിസ്റ്റത്തിലൂടെ ചെയ്യുമ്പോൾ കൂടുതൽ എറേഴ്സ് ഉണ്ടാവാതെയും കൂടുതൽ പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഓരോ പ്രവർത്തനങ്ങളും ലാബിലെ ഓരോ പ്രവർത്തനങ്ങളും ആക്യുറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ ഓരോ പ്രവർത്തനങ്ങളും സിംപ്ലിഫൈ ചെയ്യാനായിട്ടും സഹായിക്കുന്നു. This facilitates investigations for referral patients. Tests are grouped under various sections and sample types
or specimen. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് വിവിധ എന്താണ് ഒരു സംവിധാനം, ഇങ്ങനെയുള്ള സംവിധാനം റഫർ ചെയ്യുന്ന രോഗികൾക്ക് മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് സുഗമമാക്കുന്നുണ്ട് അല്ലെ. ഓരോ ടെസ്റ്റുകൾ നടത്താം, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, പല പല ഇൻവെസ്റ്റിഗേഷൻ അല്ലെ. അതുപോലെ എക്സ്റേ, CT സ്കാൻ, ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുമ്പോൾ ആ റഫർ ഏത് രോഗിക്കാണോ ഇങ്ങനെ ചെയ്യേണ്ടത്, എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ രോഗിയിലെ എല്ലാ കാര്യങ്ങളും ഈ ഓൺലൈൻ വഴി സഹായിക്കുന്നു. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സുഗമമാക്കി ചെയ്യാനായിട്ട് HIS-ലൂടെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ടെസ്റ്റുകൾ അല്ലെ, ഇപ്പോ പല എന്താണ് വിവിധ വിഭാഗങ്ങളായിരിക്കാം, പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിന് പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അവിടെയെല്ലാം പല പല രോഗികൾ വരാം. അതുപോലെ തന്നെ അവർക്കും പല ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട് കൊടുക്കാറുണ്ട് അല്ലെ. ഡോക്ടേഴ്സ് ചെയ്യാറുണ്ട് ടെസ്റ്റുകൾ നടത്താനായിട്ട്, രോഗങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഡോക്ടേഴ്സ് ടെസ്റ്റുകൾ നടത്തി വരാൻ പറയാറുണ്ട് അല്ലെ. അപ്പോ വിവിധ വിഭാഗങ്ങളും അതുപോലെ തന്നെ വിവിധ സാമ്പിളുകളുടെ തരവും അടിസ്ഥാനമാക്കിയാണ് പരിശോധനകൾ തരംതിരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഓരോ സ്പെസിമെൻ അനുസരിച്ചാണ് ടെസ്റ്റുകൾ ഓർഗനൈസ് ചെയ്യുന്നത്. ഓക്കെ, ഒരാൾക്ക് ചിലപ്പോൾ യൂറിൻ ആവാം, ഒരാൾക്ക് ചിലപ്പോൾ ബ്ലഡ് ആവാം. ഓക്കെ, അങ്ങനെയുള്ള വിവിധ സ്പെസിമെൻ നോക്കിയിട്ടാണ്, വിവിധ സാമ്പിളുകൾ അനുസരിച്ചിട്ടാണ് ഓരോ പരിശോധനകളെയും തരംതിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്താ പറയുന്നത്? Based on the request, the user can input the sample and generate the sample number. എന്ത് ചെയ്യുന്നുണ്ട്? ലാബ് സ്റ്റാഫുകൾക്ക് ഈ സാമ്പിളുകൾ ഇൻപുട്ട് ചെയ്ത് സാമ്പിൾ നമ്പർ അവർ ജനറേറ്റ് ചെയ്യുന്നു. സാമ്പിളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലാബിലെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് സാമ്പിളുകൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുകയും സാമ്പിൾ നമ്പർ അവരെന്ത് ചെയ്യുന്നുണ്ട്? ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ടെസ്റ്റ് റിസൾട്ട് അവർ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ടെസ്റ്റ് റിസൾട്ട് എന്താണോ അത് എൻ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. Result can be inputted based on the sample type. Result can be inputted either to one test or multiple tests. If the test result required approval, the supervisors has to approve the result. Okay, അപ്പോ ഇവിടെ പറയുന്നത് ചില ടെസ്റ്റുകൾക്ക് സൂപ്പർവൈസറുടെ അപ്രൂവൽ ആവശ്യമായിട്ട് വരാം. ഓക്കെ, അങ്ങനെ ആവശ്യമായിട്ട് വരുന്നതിനെ സൂപ്പർവൈസറുടെ മുൻപിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുകയും അദ്ദേഹം അത് അപ്രൂവ് ആക്കുകയും ചെയ്യുന്നു. ഓക്കെ, സൂപ്പർവൈസറുടെ അപ്രൂവൽ ചില ടെസ്റ്റുകൾക്ക് വേണ്ടി വരാം. അപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? സൂപ്പർവൈസറുടെ മുൻപിൽ അത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുകയും അദ്ദേഹം അത് അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. ടെസ്റ്റ് റിസൾട്ട് ആർ അവൈലബിൾ ടു കൺസേൺ ഡോക്ടേഴ്സ്. അതുപോലെ തന്നെ എന്താണ്? പിന്നീട് ടെസ്റ്റ് റിസൾട്ടുകൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് അവൈലബിൾ ആക്കും. ഓക്കെ, ടെസ്റ്റ് റിസൾട്ടുകൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് അവൈലബിൾ ആക്കി കൊടുക്കുന്നു. ഇനി എന്താ പറയുന്നത്? The result are available to concerned doctors. ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊടുക്കുന്നു. ടെസ്റ്റ് റിപ്പോർട്ട് can be made confidential. ഓക്കെ, കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഫിഡൻഷ്യൽ എന്താ? കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാല് ആ റിസൾട്ടുകള് നമ്മള് പുറത്ത് പറയാനല്ലേ, മറ്റുള്ളവരോട് പുറത്ത് പറയാനായിട്ട് പാടില്ല അല്ലെ. കോൺഫിഡൻഷ്യൽ ആയിട്ട് സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യണം. ടെസ്റ്റ് ക്യാൻ ബി പെർഫോംഡ് ഓൺലി ആഫ്റ്റർ ദ ബില്ലിംഗ് ഈസ് ഡൺ. എന്താ പറയുന്നത്? പിന്നെ പേയ്മെന്റ് കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും ടെസ്റ്റുകൾ പെർഫോം ചെയ്യുന്നത്. അങ്ങനെയല്ലേ? ഇപ്പോ ഇതാണ് CT സ്കാൻ അല്ലെങ്കിൽ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യും? ബില്ലടയ്ക്കും അല്ലെ. ബില്ലടച്ചു കഴിഞ്ഞാലേ ആ ടെസ്റ്റുകൾ ചെയ്യുള്ളൂ. എക്സ്റേയാ അല്ലെങ്കിൽ CT സ്കാനോ അവര് എടുക്കുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബില്ലടയ്ക്കണം. ആ ബില്ലടച്ചതിന് ശേഷം മാത്രമേ ടെസ്റ്റുകൾ പെർഫോം ചെയ്യുള്ളൂ. ഇനി എന്താണ്? ഒരു കാര്യം കൂടി ഉണ്ട്. ദിസ് റൂൾസ് ഈസ് എക്സംപ്റ്റഡ് when the case is declared as urgent. ഇനി അർജന്റ് കേസുകൾ വല്ലതുമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം ചിലപ്പോ അവർ എന്ത് ചെയ്യും?
ടെസ്റ്റ് നടത്തിയിട്ട് പിന്നെ ബില്ലടച്ചാൽ മതി എന്ന് പറയും. അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പോ അർജന്റ് അല്ലാത്ത കേസുകളിൽ എങ്ങനെയാണ് ആദ്യം ബില്ലടച്ചിട്ടേ ടെസ്റ്റ് പെർഫോം ചെയ്യുള്ളൂ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയാ പാരഗ്രാഫ്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ജസ്റ്റ് അവിടെ ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങള്? ഇത് ജസ്റ്റ് ഒന്ന് ഒരു എക്സൈസിന്റെ ഒരു അഡ്വാൻറ്റേജസ് രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇന്റഗ്രേഷൻ ഓഫ് ടെസ്റ്റ് ordered from clinical modules. എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്റഗ്രേഷൻ ഓഫ് ടെസ്റ്റ് ordered from clinical modules. പല ഡിപ്പാർട്ട്മെന്റുകളും നമുക്കറിയാം, ഹോസ്പിറ്റലുകൾക്ക് പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ? ആ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ലാബ് ടെസ്റ്റുകള്, അതുപോലെ റേഡിയോളജി ടെസ്റ്റുകള് സിസ്റ്റത്തിലേക്ക് സംയോജിപ്പിക്കുന്നു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംയോജിപ്പിക്കുക. ഇവിടെ പറയുന്നത് എന്താണ്? പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന, പല ഡിപ്പാർട്ട്മെന്റുകൾ വരാറാണ്. പീഡിയാട്രിഷ്യൻ ആണെങ്കിൽ എന്താണ്, കുട്ടികൾക്ക് ഇന്ന ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടാവാം. ചിലപ്പോ ഇനി എന്താണ് ഓർത്തോ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ നമ്മള് ഇപ്പൊ IPD ആയാലും OPD ആയാലും പല പല ടെസ്റ്റുകള് അവിടെ വരുന്ന പേഷ്യൻസിനെ പറയും അല്ലെ, യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ, CT സ്കാൻ. അപ്പൊ അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഓർഡർ ചെയ്യുന്ന ലാബ് ടെസ്റ്റുകൾ ഉണ്ടാകും, റേഡിയോളജി ടെസ്റ്റുകൾ ഉണ്ടാകും അല്ലെ. അപ്പോ അങ്ങനെയുള്ള ടെസ്റ്റുകള് സിസ്റ്റത്തിലേക്ക് സംയോജിപ്പിക്കുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റ് വയസ്സും ഓർഡറുകൾ തരംതിരിക്കാനായിട്ട്, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംയോജിപ്പിക്കുന്നത്. അപ്പൊ എന്താണ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ എന്താണ് സോറി ഈ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിരിക്കുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്, ഏത് രോഗിക്കാണ് ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പീഡിയാട്രിഷ്യൻ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്താണ് കുഞ്ഞുങ്ങൾക്കുള്ളത് അല്ലെ, ഓരോ കുട്ടികളുടെ പേരിൽ ഉണ്ടാവും ഏതൊക്കെ ടെസ്റ്റ് ആണ് എന്നുള്ളത് അവിടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ എന്താണ്, പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അല്ലെ ഏതൊക്കെയാണെന്നുള്ളത്, ഏത് ഡിപ്പാർട്ട്മെന്റിൽ എത്ര രോഗികൾക്ക് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് ഇന്റഗ്രേഷൻ ഓഫ് ടെസ്റ്റ് ഓർഡർഡ് ഫ്രം ക്ലിനിക്കൽ മൊഡ്യൂൾസിൽ പറയുന്നത്. മനസ്സിലായോ?
പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ലാബ് ടെസ്റ്റുകള് അതുപോലെ റേഡിയോളജി ടെസ്റ്റുകള് സിസ്റ്റത്തിലേക്ക് സംയോജിപ്പിക്കുന്നുണ്ട്. അതുവഴി എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസും ഓർഡറുകൾ തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നു. ഇനി എന്താ പറയുന്നത്, കോംപ്രിഹെൻസീവ് ഓൺലൈൻ ലബോറട്ടറി റിപ്പോർട്ട് അല്ലെ, ലാബ് റിപ്പോർട്ടുകളുടെ ഓൺലൈൻ ആയിട്ടുള്ള ലാബ് റിപ്പോർട്ടുകളുടെ ഒരു സമഗ്രമായിട്ടുള്ള കാര്യങ്ങള്, സമഗ്രത അല്ലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. സിസ്റ്റത്തിലൂടെ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ലബോറട്ടറി റിപ്പോർട്ടുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് എൻട്രി ഓഫ് റിസൾട്ട് ഇല്ലേ, സിസ്റ്റത്തിലൂടെ നമ്മൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും അല്ലെ. ഇപ്പൊ മാനുവലി ആണെങ്കിൽ എന്താണ് എല്ലാം പതുക്കെ കുറച്ച് ടൈം എടുക്കും അല്ലെ. ഇതാകുമ്പോ സിസ്റ്റത്തിലോട്ട് അല്ലെങ്കിൽ സിസ്റ്റം ബേസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റിസൾട്ടുകളൊക്കെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. ഇനി എന്താണ്, enables doctors to see the result online from any location at any time. Okay, ഇനി അതിന്റെ അടുത്തുള്ള ആ പോയിന്റ് അപ് ടു ഡേറ്റ് എന്ന് പറഞ്ഞ പോയിന്റ്, അതും ജസ്റ്റ് ഒരു പോയിന്റ് ആണ് കേട്ടോ, ഒരു പോയിന്റ് ആക്കി കൺസിഡർ ചെയ്യണേ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിന്റെ മുൻപിലത്തെ പോയിന്റ് enables doctors to see the results on line from any location at any time. ഇത്രയേ ഉള്ളൂ ആ പോയിന്റ് കേട്ടോ. ഇനി ജസ്റ്റ് അടിയിലത്തെ പോയിന്റ് ഒരു ഡോട്ട് ഇട്ടിട്ട് നിങ്ങൾ എഴുതാം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്, enables doctors to see the result online from any location at any time അല്ലെ. എന്താണ്, ഏത് സ്ഥലത്ത് നിന്നും ഏത് സമയത്തും ഫലങ്ങൾ അല്ലെ, ആ റിസൾട്ടുകള് ഓൺലൈൻ ആയിട്ട് കാണാനായിട്ട് ഡോക്ടേഴ്സിനെ സഹായിക്കുന്നുണ്ട് ഇതിലൂടെ, സിസ്റ്റത്തിലൂടെ കേട്ടോ. അപ്പോ ഇങ്ങനെയുള്ള EHIS-ലൂടെ എന്താണ് സഹായിക്കുന്നത്, ഏത് ടൈമിലും ഏത് സമയത്തും ഡോക്ടേഴ്സിന് റിസൾട്ടുകൾ കാണാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് നെക്സ്റ്റ് പോയിന്റ്, up to date status about request. ഓക്കെ, അതെന്താ പറയുന്നത്, up to date status about request എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് പ്രകാരം, അഭ്യർത്ഥന പ്രകാരം വരുന്ന റിസൾട്ടുകളെ അപ് ടു ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സിസ്റ്റത്തിലൂടെ ആ റിസൾട്ടുകളെ അപ് ടു ഡേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണ്, പ്രൊവിഷൻ ഫോർ ടെംപ്ലേറ്റ്സ് of input of result, test result. Provision for templates of input of test result. എന്ന് പറഞ്ഞാൽ എന്താണ്, ടെസ്റ്റ് റിസൾട്ടുകൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക ടെംപ്ലേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ബേസിസ് ഓഫ് കമ്പ്യൂട്ടറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ടെംപ്ലേറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ, വിവിധ ഡിസൈനുകളിലൂടെ അല്ലെ. ഓക്കെ, അപ്പൊ ടെംപ്ലേറ്റ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു തരാം കേട്ടോ, എക്സാമ്പിൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, ടെസ്റ്റ് റിസൾട്ടുകള് എൻ്റർ ചെയ്യാനായിട്ട് പ്രത്യേക രീതിയിലുള്ള ടെംപ്ലേറ്റുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ നമ്മളൊരു ലാബില് ഡോക്ടറെ കണ്ടു, അപ്പോ എന്താണ് കൊളസ്ട്രോൾ കൂടുതലാണ്, അപ്പോ ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അല്ലെ. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ വരാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ലാബിൽ പോയിട്ട് നമ്മൾ ടെസ്റ്റിന് കൊടുക്കും അല്ലെ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കും. ഓക്കെ, അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും അല്ലെ. ഇല്ലേ, റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിൽ നമ്മൾ എന്തൊക്കെ കാണാൻ പറ്റും, നമുക്ക് എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആ റിസൾട്ടിൽ, ആ പ്രിന്റ് ഔട്ടില് റിപ്പോർട്ടിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, അറിയാൻ പറ്റോ? ടെസ്റ്റ് റിസൾട്ടില് നമുക്ക് എന്തൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാം? നോർമൽ വാല്യൂ, പിന്നെ ഓക്കെ കറക്റ്റ് ആണ്, ടെസ്റ്റ് ഡൺ. ഓക്കെ, പിന്നെ 2 പോയിന്റ് കിട്ടി. ഇനി ഒന്ന് കാണില്ലേ, ഡേറ്റ് ആൻഡ് ടൈം അല്ലെ, എന്നാണ് ടെസ്റ്റ് ചെയ്തത് അതിന്റെ ടൈം അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ രോഗിയുടെ പേര്, വയസ്സുണ്ടാവും
അതുപോലെ എന്താണ് ലാബിന്റെ പേരുണ്ടാവും അല്ലെ, എവിടെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത്, അത് ലാബിന്റെ നെയിം ഉണ്ടാവൂലേ, കൊടുത്തിട്ടുണ്ടാവില്ലേ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ടെസ്റ്റിന്റെ ടൈപ്പ് എന്താണെന്നുള്ളത്, ഏതാണ് ഒബ്സർവ്ഡ് വാല്യൂ ഉണ്ടാവും അല്ലെ, നോർമൽ വാല്യൂ, അങ്ങനെ നമ്മൾ പല വിധത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ലാബ് ടെക്നീഷ്യൻ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. ലാബ് ടെക്നീഷ്യന്റെ നെയിം, അതുപോലെ ലാബിന്റെ പേരുണ്ടാവും, രോഗിയുടെ പേര്, വയസ്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പല വിധത്തിലാണ് അതിന് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇല്ലേ, എക്സ്റേ ചെയ്യുമ്പോൾ അതിന്റെ ഒരു വേറെ ഡിസൈൻ ആയിരിക്കും. അതുപോലെ തന്നെ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും പല വിധത്തിലാണ്. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് എല്ലാ കാര്യങ്ങളും എന്താണ് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഫോർമാറ്റ് ഉണ്ടാവും. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഓരോ കാര്യങ്ങളും നമ്മൾ ടെസ്റ്റ് നടത്തുമ്പോ, ലാബിൽ പോയിട്ട് ടെസ്റ്റ് നടത്തുമ്പോ ആ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരു പ്രീ ഡിസൈനിങ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടാകുന്നുണ്ട്. ആ ഫോർമാറ്റിലാണ് അവര് ടെസ്റ്റ് റിസൾട്ട് പ്രിന്റ് ചെയ്ത് നമുക്ക് തരുന്നത്. ക്ലിയർ ആയോ? അതാണ് പ്രൊവിഷൻ ഫോർ ടെംപ്ലേറ്റ്സ് ഓഫ് ഇൻപുട്ട് ഓഫ് ടെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. ടെസ്റ്റ് റിസൾട്ടുകൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള ടെംപ്ലേറ്റ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ലാസ്റ്റ് പോയിന്റ്. നമ്മൾ പറഞ്ഞത് HISന്റെ ബെസ്റ്റ് അഡ്വാൻറ്റേജസുകളാണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു. ഏതാ പറയേണ്ടത്? Integration of a test result ordered from clinical modules, comprehensive online laboratory report. അതുപോലെ പോയിന്റ്സുകളെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ? ഓക്കെ, എന്താണ് ഫസ്റ്റ് വൺ പറഞ്ഞത്? പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ലാബ് ടെസ്റ്റുകൾ ഉണ്ടാവും, അതുപോലെ ലബോറട്ടറി ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. ലബോറട്ടറി ഉണ്ടാവും, അതുപോലെ റേഡിയോളജി ടെസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകൾ സിസ്റ്റത്തിലേക്ക് സംയോജിപ്പിക്കുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് ആ ലബോറട്ടറിയുടെ ആ റിപ്പോർട്ടുകൾ, ലാബ് ടെസ്റ്റിലെ ആ റിപ്പോർട്ടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓൺലൈൻ ആയിട്ട് അതിന്റെ ഒരു സമഗ്രമായിട്ടുള്ളൊരു ഫോർമാറ്റ് അല്ലെങ്കിൽ സമഗ്രമായിട്ടുള്ളൊരു കാര്യം നമുക്ക് HISലൂടെ തരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? ഫാസ്റ്റ് എൻട്രി ഓഫ് റിസൾട്ട്. നമ്മള് എല്ലാ കാര്യങ്ങളും ഇപ്പൊ മാനുവലി ആണെങ്കിലോ നമുക്ക് ടെസ്റ്റ് റിസൾട്ടുകൾ കിട്ടാനായിട്ട്, ടെസ്റ്റ് ചെയ്യാനായിട്ട് സമയം എടുക്കും. പക്ഷേ HISലൂടെ ഇതെന്താണ്, വളരെ ഫാസ്റ്റ് ആയിട്ട് ഇതിന്റെ റിസൾട്ടുകൾ ലഭ്യമാക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത് enables the doctors to see the result online from any location at any time. ഡോക്ടേഴ്സിന് റിപ്പോർട്ടുകൾ ഏത് സമയത്തും എപ്പോ വേണമെങ്കിലും ഓൺലൈൻ ആയിട്ട് കാണാനായിട്ട് സഹായിക്കുന്നു. അപ് ടു ഡേറ്റ് സ്റ്റാറ്റസ് അബൌട്ട് റിക്വസ്റ്റ്. അഭ്യർത്ഥന പ്രകാരം റിസൾട്ടുകൾ അപ് ടു ഡേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് HISന്റെ. അതുപോലെ പ്രൊവിഷൻ ഫോർ ടെംപ്ലേറ്റ് ഓഫ് ഇൻപുട്ട് ഓഫ് ടെസ്റ്റ് റിസൾട്ട്. ഇതിൽ പറയുന്നത് ടെസ്റ്റ് റിസൾട്ടുകൾ എൻ്റർ ചെയ്യാനായിട്ട് പ്രത്യേക ടെംപ്ലേറ്റുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ, ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ പ്രത്യേക രീതിയിലായിരിക്കും അതിന്റെ ഡിസൈൻ. റിപ്പോർട്ടുകൾ കാണുന്നത് അല്ലെ. നമുക്കറിയാം എന്താണ്, ഈ രോഗിയുടെ പേരുണ്ടാവും, ഏജ് ഉണ്ടാവും, ഏത് ലാബിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്, ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അവിടെ ഏത് ലാബിൽ പോയിട്ടാണോ നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ പേരുണ്ടാവും. അതുപോലെ ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണ്, അതിന്റെ എന്താണ് ഒബ്സർവ്ഡ് വാല്യൂ ഉണ്ടാവും, നോർമൽ വാല്യൂ ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനെയാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ടെസ്റ്റ് റിസൾട്ടുകള് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള ടെംപ്ലേറ്റുകള് എന്താണ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് HISന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണോ?
പാത്തോളജിയുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട അഡ്വാൻറ്റേജസ്. ഇനി നെക്സ്റ്റ് ആണ് റേഡിയോളജി. നമുക്കറിയാം അല്ലെ റേഡിയോളജി എന്താണ്? റേഡിയോളജിയിൽ ഉള്ളത് എന്താണ്? റേഡിയോളജി എന്ന് പറഞ്ഞാല് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. എന്താ റേഡിയോളജി? എക്സ്റേ, CT സ്കാൻ അല്ലെ, പലതരത്തിലുള്ള സ്കാനുകൾ നമ്മൾ എടുക്കാറുണ്ട് അല്ലെ. റേഡിയോളജി ഡയഗ്നോസ്റ്റിക്സ് സെന്റർ ആണ്, രോഗനിർണയ ഏരിയ ആണ് അല്ലെ. റേഡിയോളജി മൊഡ്യൂൾ caters to service such as X-ray, scanning, ultrasound, etc. Scheduling of radiology resources is possible. ഇവിടെ പറയുന്നത് റേഡിയോളജി വിഭാഗത്തിൽ നമുക്ക് എന്തൊക്കെ എങ്ങനെയുള്ള സർവീസുകളൊക്കെ ലഭിക്കുന്നുണ്ട്? എക്സ്റേ അല്ലെ, അതുപോലെ സ്കാനിങ്, അൾട്രാസൗണ്ട് ഒക്കെയാണ്. അങ്ങനെയുള്ള സർവീസുകളാണ് ഈ വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും സുഗമമാക്കാൻ വേണ്ടിയിട്ട് യന്ത്രങ്ങൾ ഉണ്ടാവും. അതുപോലെ അവിടുത്തെ സ്റ്റാഫുകൾ അല്ലെ, അവരാണ് അവിടെ അവൈലബിൾ ആയിട്ട് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അവരെന്താണ്, ഇങ്ങനെയുള്ള സ്റ്റാഫുകളായാലും യന്ത്രങ്ങളായാലും റേഡിയോളജി റിസോഴ്സുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഓരോ കാര്യങ്ങളും സംഘടിപ്പിക്കുകയും അനുവദിക്കുകയും എല്ലാ കാര്യങ്ങളും അവിടെ വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് ഈ റിസോഴ്സസിലൂടെയാണ്. ഇനി എന്താ പറയുന്നത്? The system stores all the result details of various tests and make a report based on the test result. ഇവിടെ പറയുന്നത് എന്താണ്? വിവിധ പരിശോധനകളുടെ എല്ലാ പല വിശദാംശങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടുമല്ലോ. അപ്പൊ അതിന്റെ എല്ലാ റിസൾട്ട് വിശദാംശങ്ങള് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്യുകയും പരിശോധനാ ഫലങ്ങളെ അടിസ്ഥാനമാക്കി റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? ടെസ്റ്റ് നമ്മൾ നടത്തുമ്പോൾ അതിന്റെ റിസൾട്ടുകള് പരിശോധിച്ചുകൊണ്ട് സിസ്റ്റം അതെന്താണ് അതിന്റെ റിസൾട്ട് ആയിട്ട് വന്നിരിക്കുന്നത് അത് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നത്? പരിശോധനാ ഫലങ്ങളെ അടിസ്ഥാനമാക്കി സിസ്റ്റം റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. ഇനി എന്താ പറഞ്ഞത്? These tests are carried out both the inpatient and outpatient. അപ്പോ ഇവിടെ ഇൻപേഷ്യൻസും അതുപോലെ തന്നെ ഔട്ട് പേഷ്യൻസ് എന്നിവർക്കാണ് പരിശോധനകൾ നടത്തുന്നത് അല്ലെ. ഇൻപേഷ്യൻസ് അവിടെ ഇരുത്തിച്ച് ചികിത്സിക്കുന്ന പേഷ്യൻസ് ആവാം, അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടുപോകുന്ന പേഷ്യൻസിനാണ് അല്ലെ. രണ്ട് പേഷ്യൻസിനും അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്? The system stores all the details like patient number, test report like X-ray scanning details, and for each scan, the system generates the unique number on the image. ഇവിടെ പറയുന്നത് സിസ്റ്റം എല്ലാ വിശദാംശങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? രോഗിയുടെ പേര്, അതുപോലെ രോഗിയുടെ നമ്പർ, പേഷ്യന്റിന്റെ നമ്പർ ഉണ്ടാവും. അതുപോലെ എന്താണ്? എക്സ്റേ പോലുള്ള പരിശോധനകളുടെ റിപ്പോർട്ടുകള്, സ്കാനിങ്ങിന്റെ വിശദാംശങ്ങള്, ഇതൊക്കെ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ശേഖരിക്കുന്നുണ്ട് അല്ലെ, സംഭരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈച്ച് സ്കാൻ ദ സിസ്റ്റം ജനറേറ്റ് എ യൂണിക് നമ്പർ ഫോർ ദ ഇമേജ് അല്ലെ. കൂടാതെ ഓരോ സ്കാനിങ്ങും സിസ്റ്റം ചിത്രത്തിനായിട്ട് ഒരു യൂണീക് നമ്പർ സൃഷ്ടിക്കുന്നുണ്ട്. ഓരോ സ്കാനിങ്ങിനും എന്താണ്? ഒരു യൂണീക് നമ്പർ നമ്മുടെ അവിടെ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? സൃഷ്ടിച്ചു വെക്കുന്നുണ്ട്, സിസ്റ്റത്തില് സൃഷ്ടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ അത്തരം കാര്യങ്ങളാണ് റേഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്. ഇനി എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ ക്യാൻ ബി ഡൺ ഓൺലി ആഫ്റ്റർ ബില്ലിംഗ് ഈസ് ഡൺ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓരോ ടെസ്റ്റുകൾ നടത്തുമ്പോഴും നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം എന്ത് ചെയ്യണം? പേയ്മെന്റ് അടയ്ക്കണം അല്ലെ. എന്നിട്ടേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. This rules is exempted when the case is declared as urgent. ഇനി അർജന്റ് കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യം ടെസ്റ്റ് നടത്തും. ഓക്കെ, പേയ്മെന്റ് നടത്താതെ ടെസ്റ്റ് നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് റേഡിയോളജിയിൽ പറഞ്ഞത്. ഇനി CT സ്കാൻ അറിയാലോ. CT സ്കാൻ, CT എന്താണ്? CT സ്കാൻ ഫുൾ ഫോം എന്താ? ഓർമ്മയുണ്ടോ? കമ്പ്യൂട്ടർ
കമ്പ്യൂട്ടർ ബാക്കി പറയുന്നത് ടോമോഗ്രഫി ട്ടോ. ഓക്കെ, ടോമോഗ്രഫി സ്കാൻ. അതുപോലെ എന്താണ് ഡയറക്റ്റ് ക്യാപ്ചറിങ് ഓഫ് CT സ്കാൻ ഇമേജസ്, ഈസി റിപ്പോർട്ടിംഗ് ഫെസിലിറ്റീസ്. ഇനി MRI എന്താണ്? MRI ഈസി റിപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, ഈസി റിപ്പോർട്ടിംഗ് നമുക്ക് നല്ല കാര്യം, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ് അല്ലെ. മാഗ്നറ്റിക് MRIയുടെ മാഗ്നറ്റിക് റിസോണൻസ് ഇമേജ്. ഓക്കെ, ഇനി എക്സ്റേ അറിയാലോ. എക്സ്റേ എന്താണ് കൂടുതലും ഏതിനാണ് ഉപയോഗിക്കുന്നത്, ഏതിനാണ് എടുക്കുന്നത്? എക്സ്റേ റേഡിയോളജിയിൽ പഠിച്ചിട്ടുള്ളതാണ്. എക്സ്റേസ് ബോൺസിനാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ സോണോഗ്രഫി അല്ലെ. സോണോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇമേജുകൾ അല്ലെ, ഇമേജുകൾ അല്ലെങ്കിൽ എന്താണ് ടെസ്റ്റുകൾ നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. പ്രഗ്നന്റ് ലേഡീസിനൊക്കെ എന്താണ് അൾട്രാസൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒരു റിവൈസ് ചെയ്താണ്. അതുപോലെ സോണോഗ്രഫി റിപ്പോർട്ടിംഗ് ക്യാപ്ചറിംഗ് ഇമേജ് ജസ്റ്റ് ഒന്ന് കൊടുത്തിരിക്കുന്നതാണ്, നോക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. കാർഡിയോളജി അറിയാലോ, ECG നോട്ട്സ് അല്ലെ. കാർഡിയോളജി എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെ. ഓക്കെ, ECG വിശദാംശങ്ങള് നമ്മള് നമ്മുടെ എന്താണ് റേഡിയോളജിയുമായിട്ട് നല്ല രീതിയിൽ ഇമേജസുകൾ തരാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ ന്യൂറോളജി EMG റിപ്പോർട്ടിംഗ്. EMGയുടെ ഫുൾ ഫോം എന്താ? EMG അറിയോ? ഓർക്കുന്നുണ്ടോ? EMG ഇലക്ട്രോമയോഗ്രഫി. ഇലക്ട്രോമയോഗ്രഫി. ഓക്കെ, അപ്പോ ന്യൂറോ മസിൽസുകൾക്ക് മസ്കുലർ വൈകല്യങ്ങൾ അല്ലെ, വൈകല്യങ്ങൾ കണ്ടെത്താനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഓക്കെ EMG എന്ന് പറയുന്നത്, ഇലക്ട്രോമയോഗ്രഫി ട്ടോ. അതുപോലെ പ്രിസ്ക്രിപ്ഷൻസ്, അതുപോലെ എന്താണ് ഡിസ്ചാർജ് കാർഡുകള്. പ്രിസ്ക്രിപ്ഷൻസ് എന്താണ്? മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുറിപ്പടികൾ അല്ലെ. അതുപോലെ ഡിസ്ചാർജ് കാർഡൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് റേഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എക്സ്പാനൽ ഫോം ഒക്കെ ചോദിക്കാം കേട്ടോ. MRI, അതുപോലെ CT, അതുപോലെ ECG, EMG. വായിച്ചു നോക്കിയേ. റേഡിയോളജി ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ക്ലിയർ ആണോ?
സോണോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇമേജ് ടെസ്റ്റുകൾ എടുക്കുന്നതിനെയാണ് സോണോഗ്രഫി എന്ന് പറയുന്നത്. അത് അൾട്രാസൗണ്ട് ഒക്കെ ഇല്ലേ, അൾട്രാസൗണ്ട് തന്നെയാണ് ഇപ്പൊ സോണോഗ്രഫി എന്ന് പറഞ്ഞത്. അൾട്രാസൗണ്ട് ഈ പ്രഗ്നന്റ് ലേഡീസിനൊക്കെ സ്കാനിങ്ങിനായിട്ട് ഉപയോഗിക്കില്ലേ, നമ്മള് റേഡിയോളജിയിൽ പഠിച്ചിട്ടില്ലേ, അത് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ബ്ലഡ് ബാങ്ക് കൂടി ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആ പാരഗ്രാഫും കൂടി നോക്കിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ബ്ലഡ് ബാങ്ക് എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ബ്ലഡ് ബാങ്ക്. ഓക്കെ, ദിസ് മൊഡ്യൂൾ ഈസ് ഡെവലപ്ഡ് keeping in view the legal and other requirements of operating the blood bank. എന്താ പറയുന്നത്? ബ്ലഡ് ബാങ്കുകളുടെ പ്രവർത്തനത്തിന്റെ നിയമപരവും മറ്റു ആവശ്യകതകളും കണക്കിലെടുത്താണ് ഈ മൊഡ്യൂള് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ബ്ലഡ് ബാങ്കിന്റെ ആ മൊഡ്യൂള് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ബ്ലഡ് ബാങ്കുകളുടെ പ്രവർത്തനത്തിന്റെ നിയമപരവും മറ്റു ആവശ്യകതകളും കണക്കിലെടുത്തിട്ടാണ് ഈ മൊഡ്യൂൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഡീൽസ് ഇൻ ഡീറ്റെയിൽഡ് വിത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്റേഴ്സ് ആൻഡ് ദ കമ്പോണന്റ് ലബോറട്ടറീസ് ആൻഡ് വർക്ക് ആസ് ആൻ ഓൺലൈൻ ഇന്ററാക്റ്റീവ് സിസ്റ്റം. ഓക്കെ, എന്താ പറയുന്നത്? ഇറ്റ് ഡീൽസ് ഇൻ ഡീറ്റെയിൽ വിത്ത് ദ blood transfusion centers and component laboratories and to work as an online interactive system. Blood transfusion centersകളെയും blood transfusion centersകളെയും അതുപോലെ കമ്പോണന്റ് ലബോറട്ടറീസുകളെയും കുറിച്ച് ഇത് വിശദമായിട്ട് കൈകാര്യം ചെയ്യുകയും ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടോ എന്താണ്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്റേഴ്സുകളെയും അതുപോലെ കമ്പോണന്റ് ലബോറട്ടറീസിനെയും കൈകാര്യം ചെയ്യുകയും അതുപോലെ ഓൺലൈൻ ഇന്ററാക്റ്റീവ് സിസ്റ്റവുമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്? എന്താണ്? HIS വഴി ഈ ബ്ലഡ് ബാങ്കിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് നടക്കാനായിട്ട് സഹായിക്കുന്നു എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഓൺലൈൻ ഇന്ററാക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HIS-നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വഴി ഇങ്ങനെയുള്ള ഈ ബ്ലഡ് ബാങ്കിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടത്തുന്നതിനും വേണ്ടി സഹായിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. മനസ്സിലായോ? ഇനി എന്താണ്? ഇറ്റ് ഓൾസോ ജനറേറ്റ് ലീഗൽ ആസ് വെൽ ആസ് ഇന്റേണൽ ഓപ്പറേഷൻസ് റെക്കോർഡ്. എന്തൊക്കെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? നിയമപരമായിട്ടുള്ള അല്ലെ ലീഗലും അതുപോലെ തന്നെ ഇന്റേണൽ ഓപ്പറേഷൻ റെക്കോർഡും ജനറേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ബ്ലഡ് ബാങ്കിൽ വരുന്നത് കേട്ടോ. ഇനി അതിന്റെ ഫങ്ഷൻസ് പഠിക്കാനുണ്ട് നമുക്ക്. ഇമ്പോർട്ടന്റ് ആണ്. ഫങ്ഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇത്ര വരെ ഓക്കെ ആണോ? ബ്ലഡ് ബാങ്ക് എടുത്തു, നമ്മള് റേഡിയോളജി എടുത്തു, പാത്തോളജി എടുത്തു, അതുപോലെ റിപ്പോർട്ടുകളുടെ കുറച്ച് കാര്യങ്ങളും കൂടി എടുത്തു അല്ലെ. റിപ്പോർട്ടുകളുടെ പൂർത്തിയാക്കി. 3 കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മള്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇത്ര വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.